ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകണ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പൂരി റീജിയണൽ പാർക്ക് എന്ന് പറഞ്ഞ ഒരു പാർക്കാണ്. ഇവിടെ പല വിധത്തിലുള്ള മൃഗങ്ങളെ നമുക്ക് കാണാം. അതിൽ എടുത്തു പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മരിയാടിനെ കാണാം, പശുവിനെ കാണാം, പിഗ്സിനെ കാണാം, കോഴികൾ, പിന്നെ നമ്മുടെ ആളുകൾ, മുയൽ, പിന്നെ ടർക്കി കോഴികൾ, മയിലിനി. നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ആദ്യം കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു താറാവിനെയും അതിൻ്റെ കുഞ്ഞുങ്ങളെയാണ്. ഞാൻ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നേരം അതിനെ ഷൂട്ട് ചെയ്തു. കാണാൻ നല്ല ചന്തണ്ടായിരുന്നു. പാർക്കിൻ്റെ ഉള്ളിൽ വന്നപ്പോഴും ഇവിടെയും വേറെ ഒരു അമ്മത്താറാവും കുട്ടികളും പോണ് കണ്ടു. ഇവിടെ അവർ ക്യാമ്പിങ്ങും അലോ ചെയ്യുന്നതാണ്. പക്ഷേ അതിന് മുമ്പ് നമ്മൾ പെർമിഷൻ വാങ്ങണം. എല്ലാ ഡീറ്റെയിൽസും അവർ എഴുതി വെച്ചിട്ടുണ്ട്, ക്യാമ്പിങ്ങിനെ കുറിച്ചും പിന്നെ ഏതൊക്കെ വിസിറ്റിംഗ് ടൈം, പിന്നെ ഇവിടെയുള്ള മൃഗങ്ങൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെയും കുറിച്ചിട്ട് ഇവർ ഇൻഫോർമേഷൻസ് കൂടിയിട്ടുണ്ട്. If you touch me, then I'm a lava monster, and then I and then you can go into. ഇന്നത്തെ വെതർ നല്ല ക്ലീൻ വെതറാണ്. അപ്പം അതുകൊണ്ട് കണ്ടമാനം വിസിറ്റേഴ്സ് ഇവിടെ നിന്നുണ്ട്. ഇത് മെയിൻ കാർ പാർക്കിംഗ് ആണ്. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിൻ്റെ ഉള്ളിലേക്കാണ്. ആ കാണുന്നതാണ് മെയിൻ ഗേറ്റ്. പോണ വഴിയിൽ നമുക്കൊരു മയിലിനെ കാണാൻ പറ്റി. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇവിടെയുള്ള മറ്റുള്ള കുട്ടികളും വളരെ ഒരു ഹാപ്പി മൂഡായിരുന്നു മയിലിനെ കണ്ടു. ചില കുട്ടികൾ ഇത്തിരി കുറുമ്പൊക്കെ കാണിക്കുന്നുണ്ട്. മൃഗങ്ങൾക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്ന് വേറെ ഭക്ഷണങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല. നമുക്ക് ഇവിടെയുള്ള മരങ്ങളുടെ ചില്ലകൾ വേണമെങ്കിൽ ഒടിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഈ നിലത്തിൽ നിന്ന് പുല്ല് പറിച്ചിട്ടും കൊടുക്കാം. അതാണ് ആ നോട്ടീസ് ബോർഡ് അവിടെ പറയുന്നുണ്ടായിരുന്നു. ഈ കുതിരേനെ നിങ്ങൾ കണ്ട? ഞാൻ ആദ്യമായിട്ടാണ് ഈ ടൈപ്പ് കുതിരേനെ കാണുന്നത്. ഇവിടെ ന്യൂസിലാൻഡിൽ വേറെ ഫാമുകളിലൊക്കെ സാധാ കുതിരകളെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ വെറൈറ്റി ഉള്ള കുതിരനെ അങ്ങനെ കാണാൻ പറ്റില്ല. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കൂടുതൽ രോമങ്ങളുണ്ട്. ഇതിൻ്റെ ഹെയർസൊക്കെ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഹെയർസാണ്. പിന്നെ കാലുമ്മലൊക്കെ കണ്ടില്ലേ, കാലുമ്മലൊക്കെ കൂടുതൽ ഹെയറി ടൈപ്പാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കുതിരേനെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. പിന്നെ മറ്റുള്ള കുതിരേനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിനൊന്നും കൂടി ഹൈറ്റും വെയിറ്റും ഉണ്ട്. ആചാന ബാഹു എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു ടൈപ്പ് കുതിരയാണ്. ക്യാമറയിൽ നിങ്ങൾക്ക് അത് അത്രമാത്രം ഫീൽ ചെയ്യില്ല, പക്ഷേ നേരിട്ട് കാണുമ്പോൾ അത് മനസ്സിലാവും. നല്ല പച്ചപ്പുല്ല് തിന്നണവൻ. അവിടേക്ക് കുറച്ച് മാറിയിട്ട് വേറൊരു കറുത്ത കുതിരയുണ്ട്.
ഇതേപോലത്തെ സെയിം ബ്രീഡ് തന്നെയാണ്, പക്ഷേ അതിലും കാണാൻ ഭംഗി ആദ്യം കണ്ടു തന്നെയാണ്. ഈ ഫാമിനോട് ചേർന്നൊരു കുന്നുണ്ട്. ആ കുന്നിൻ്റെ മുകളിൽ ആൾക്കാർ സാധാരണ കയറാറുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഏരിയ മൊത്തം നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. കുട്ടികളാണ് കൂടുതൽ ഹാപ്പി ആയിട്ടുള്ളത് ഇങ്ങനത്തെ ഫാമിലേക്കൊക്കെ വരുമ്പോൾ. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്കൂളിലൊക്കെ പഠിക്കണ പോലെ ആനിമൽസിനെ കാണില്ലേ, അപ്പോൾ അതന്നെ അവർക്കൊരു സന്തോഷമാണ്. ഈ സെക്ഷനിലേക്ക് വരുമ്പോൾ ഒന്ന് വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ചെമ്മരിയാടുകളെ കാണാം. ഉച്ചനേരമായതുകൊണ്ട് 2 താറാവുകൾ ഇതേ കിടന്നുറങ്ങണം. കണ്ണ് തുറന്നിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഇടയ്ക്ക് കണ്ണടക്കിണ്ട്, പിന്നെ കണ്ണ് തുറന്നിട്ട് നോക്കണമുണ്ട്. നമ്മളുടെ ഉണ്ണി വളരെ ഹാപ്പിയാണ് ഇന്നത്തെ ഈ വിസിറ്റ് ഇവിടെ. ചെമ്മരിയാടിൻ്റെ കുട്ടികളെയാണ് ഈ ഗ്രൂപ്പിലിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിനെ കാണാൻ നല്ല ചന്ത ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് പെറ്റ് ചെയ്യാനുള്ളൊരു ഫീലിങ്സാണ് ഈ ചെമ്മരിയാടിൻ്റെ കുട്ടികളെ കണ്ടപ്പോൾ. ഭയങ്കര ക്യൂട്ടായിരുന്നു. It likes me. It's nibbling me. It loves me. ഇവിടെ നോക്കുമ്പോൾ ഈ ഫാമിലി, പ്രത്യേകിച്ച് ആ പെൺകുട്ടി, അതിനെ ഭയങ്കരമായിട്ട് പെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. You're hungry. Here, watch this guy. You can eat one. I was gonna eat it, but Sheepy. Emily, did you see those tiny ones over Yeah. Hello, Mama. Yeah. Look at that one. He's just like lying down, like getting a stick. ഇത് ഈ നിലത്ത് കിടക്കണ കമ്പും കഷ്ണം കടിച്ച് തിന്നുന്നുണ്ട്. ഭയങ്കര കട്ടിയാണ് കമ്പും കഷ്ണം, പക്ഷേ അത് കടിച്ച് ചവച്ച് തിന്നുന്നുണ്ട്. ഞാൻ ആദ്യം കണ്ടപ്പോൾ പേടിച്ചു, ഈശ്വര അതിൻ്റെ തൊണ്ടയിലെങ്ങാനും കുടുങ്ങുന്നു. ഉച്ചനേരമായതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവറ്റകൾ അവിടെ കിടക്കുക. ഈ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കോഴികളെ കാണാം. ആ ചെറിയ കൂടാരത്തിൻ്റെ ഉള്ളിൽ കോഴികളാണ്. കുട്ടികൾ അങ്ങോട്ട് പോകുന്നുണ്ട് അതിനെ കാണാൻ. ഉച്ചനേരമായി കഴിഞ്ഞാൽ ഇവിടുത്തെ കോഴികൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഈ സെക്ഷനിലേക്ക് വന്നപ്പോൾ ഇവിടെ 2 കാട്ടുപന്നികളെ കണ്ടു. ഒരുത്തൻ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഒരുത്തൻ ആ സൈഡിൽ മാറിക്കിടക്കുന്നുണ്ട്. ഇത് കണ്ട, ഇവിടുത്തെ കോഴിക്കൂടുകൾ നമ്മളെ നാട്ടിലത്തെ പോലെയല്ല. ഇവിടുത്തെ കോഴിക്കൂടുകൾ കുറച്ച് മോഡേൺ ആണ്. കോഴികൾക്കൊക്കെ ലക്ഷറി ലൈഫല്ല ഇവിടെ. അത് നോക്കിയപ്പോൾ അത് പഴയ കോഴിക്കൂട് ഇട്ടാ. ഈ മരത്തിൻ്റെ മുകളിൽ 2 പൂമ്പാറ്റകളുടെ ഷേപ്പിൽ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ആടകളാണ് ഈ ഭാഗത്തുള്ളത്. നമ്മൾ മൗണ്ടൻ ഗോട്ട് എന്നൊക്കെ കേട്ടിട്ടില്ല, അങ്ങനത്തെ വെറൈറ്റി ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇതിൻ്റെ ദേഹത്ത് ഈ ചെമ്മരിയാട്ടിൻ്റെ പോലത്തെ രോമങ്ങളുണ്ട്. നല്ല സൈസും ഉണ്ട് കേട്ടോ കുട്ടികൾ. നമ്മൾ ഉണ്ണിയും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അതിനെ പറ്റിയത്. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിൻ്റെ ഇടയിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ലേ ക്യാമ്പിങ്ങിനുള്ളത്. അപ്പോൾ ആ വണ്ടിയിൽ നിന്ന് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്യാമ്പിങ്ങിനുള്ളതാണ്. അതിൻ്റെ ബാക്കിൽ വേറൊരു ഒരു വണ്ടി കെട്ടി വലിച്ചിട്ട് അത് പോകുന്നുണ്ട്. അതിൽ കുറേ സൈക്കിളൊക്കെ ആയി. ഈ ഇംഗ്ലീഷുകാരുടെ ജീവിതം എന്ന് വെക്കാന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. ഇതേപോലെ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ക്യാമ്പ് ചെയ്തിട്ട് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ ക്യാമ്പിന് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ലോട്ടുകളിൽ നമുക്ക് റെൻറ്റിന് എടുക്കാം. അപ്പോൾ അവരവിടെ വെള്ളവും പ്രൊവൈഡ് ചെയ്യും, പിന്നെ അതേപോലെ
കറണ്ടും പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ വണ്ടിയിൽ ക്യാമ്പർ വാനിൽ കറണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കുക്ക് ചെയ്യാനും എല്ലാത്തിനുള്ള സാഹചര്യങ്ങളുണ്ടാവും. പിന്നെ അവിടെ ചില ക്യാമ്പിൽ അവിടെയൊക്കെ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടാവും, അത് യൂസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ എല്ലാ ക്യാമ്പർ വാൻ വണ്ടിയിലും അവർക്ക് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നല്ലൊരു ലൈഫാണ്, നല്ല രസമുള്ള പരിപാടിയാണ്. ഇവിടെ വന്നപ്പോൾ ഒരു 4-5 പശുക്കുട്ടികളെ കണ്ടു. ഈ വെള്ളയും കറുപ്പുള്ള പശുക്കുട്ടീനെ കണ്ടപ്പോൾ നമ്മളെ നാട്ടിൽ ഇതുപോലെ തന്നെ കണ്ടിട്ടുണ്ട്. ഓറഞ്ച് കളറ് ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മൾ ഉണ്ണി അതിൻ്റെ പിന്നാലെ പോയി. പോയി തൊട്ടോ അതൊക്കെ സോഫ്റ്റ്ലി. ഈ പശുക്കുട്ടികൾ ബ്രീഡ് എന്താണെന്നറിയില്ല, പക്ഷെ കാണാൻ നല്ല ചന്തം. തൊട്ടോ ഒന്നും ചെയ്യില്ല. എൻ്റെ ഫേസിൻ്റെ അവിടെ തൊട്ട് ഇവിടെ ഈ ഭാഗത്ത് നെറ്റീര അവിടെ തൊട്ട് നെറ്റീര അവിടെ. യെസ് യെസ്. ഇതിൻ്റെ അമ്മ പശുകൾ വേറെ ഒരു സെക്ഷനിലാണ് അവറ്റാൾ ഇട്ടിട്ടുള്ളത്. ഇവിടെ കുട്ടികളെ മാത്രമാണ് ഇട്ടിട്ടുള്ളത്. ഇടയിൽ അവന് ഓരോന്ന് അതിന് ഫീഡ് ചെയ്യാനും നോക്കണ്ടായിരുന്നു. ഞങ്ങൾ മറ്റേ സൈഡിലേക്ക് പോവാണ്. അവിടെ വേറെ 2 പന്നികളുണ്ട്. അപ്പം അതിനെ കാണാൻ വേണ്ടിയിട്ട്. ഇത് കാട്ടുപന്നിയല്ല, ഇത് വേറൊരു ടൈപ്പ് സാധനമാണ്. ഇതിൻ്റെ ഫേസൊക്കെ എൻ്റയർലി ഒരു വേറെ വെറൈറ്റിയാണ്. നിറച്ച് രോമുണ്ട് ഇതിൻ്റെ ദേഹത്ത്. എന്താ ബ്രീഡ് എന്നറിയില്ല, പക്ഷെ കണ്ടിട്ട് എനിക്കിഷ്ടായില്ല. കൊത്തോ ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ശ്രദ്ധിച്ചില്ല. മതി 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 അധികം. പക്ഷെ നമ്മൾ ഉണ്ണി ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പുറത്തേക്ക് വന്നപ്പോഴാണ് അത് പാടില്ല എന്ന് മനസ്സിലായത്. കാരണം ഈ പന്നീരെ പല്ലൊക്കെ ഭയങ്കര കണ്ടു കഴിഞ്ഞാൽ തന്നെ പേടിയാവും. അത് ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ല, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവിടെ വേറൊരു കറുത്ത പന്നിയുണ്ട്. ഈ ചെറിയ കുട്ടിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ന് തോന്നുന്നുണ്ട്. അപ്പോഴും നമ്മൾ ഉണ്ണി ഇതിനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടാ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടേക്ക് വന്നപ്പോൾ എന്ന് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ കേജിൻ്റെ ഉള്ളിൽ നല്ലൊരു മൊയില് കുട്ടനെ കണ്ടു. ഈ മൊയില് കുട്ടനെ ഈ ചെറിയ പെൺകുട്ടി ഭയങ്കരമായിട്ട് ഇരുന്നിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് അതിനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളോടും ഈ കുട്ടി ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. അവള് ഇവിടുന്ന് മാറിപ്പോണേയില്ല, അതിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു. നമ്മളുണ്ണീനോട് അവൾ ഓരോന്ന് പറഞ്ഞു. ഈ മൊയിലും കുട്ടീനെ കണ്ടപ്പോൾ എനിക്കും ശരിക്കും പെറ്റ് ചെയ്യാൻ തോന്നിയിട്ടാ. നല്ല ചന്തണ്ടായിരുന്നു കാണാൻ. കണ്ട അതിൻ്റെ ഫേസ് കണ്ടില്ലേ, എത്ര ക്യൂട്ടാ. Bunny sleeping.
അങ്ങനെ നമ്മൾ ഫാമിൻ്റെ ടൂർ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഈ എക്സിറ്റിൻ്റെ ഭാഗത്തായിട്ട് ഇവർ വിസിറ്റേഴ്സിനോട് സോപ്പിട്ടിട്ട് കൈ കഴുകാൻ പറയും. കാരണം നമ്മൾ ഇവിടുത്തെ ഫാം ആനിമൽസിനൊക്കെ നമ്മൾ തൊട്ടതല്ല. അപ്പോൾ ഹൈജീനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് അഡ്വൈസ് ചെയ്യണത്. ഈ ബിൽഡിംഗ് എനിക്ക് ഷുവറല്ല എന്താണ്, പക്ഷേ ഇത് ഓഫീസല്ല. ഓഫീസ് വേറെ സെക്ഷനിലാണ്. ഈ നോട്ടീസ് ബോർഡിൽ നമുക്ക് ഈ റീജിയണൽ പാർക്കിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അവർ ഇട്ടിട്ടുണ്ട്. ചില കാര്യങ്ങളൊന്നും എനിക്ക് നോക്കിയിട്ട് മനസ്സിലായില്ല. അതിനുശേഷം ഞങ്ങൾ ഈ റീജിയണൽ പാർക്കിൻ്റെ അടുത്തായിട്ടൊരു ബോട്ട് ക്ലബ്ബ് ഉണ്ട്, അവിടേക്ക് വന്നു. ഇവിടെ വന്നപ്പോഴേക്കും ക്ലൈമറ്റ് ആകെ മാറി, നല്ല മഴയും കാറ്റായി. ഈ കാറ്റത്തും മഴയത്തും അവിടെ കുറച്ച് പക്ഷികൾ ഇരിക്കുന്നു കണ്ടു. ഈ പക്ഷികളെ മെയിൻ ഭംഗിന്ന് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഓറഞ്ച് കളറ് കണ്ണും ഓറഞ്ച് കളറ് കൊക്കും. ഇപ്പം രണ്ടും രണ്ട് സെക്ഷനിലാണ് ഇരിക്കുന്നത്. സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഒരു സെക്ഷനിലുള്ള പക്ഷികളുടെ അടിയിൽ തൂവലുകൾ വെള്ള കളറാണ്, മറ്റേ സെക്ഷനിൽ വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തൂവലുകളും ബ്ലാക്കാണ്. ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അതങ്ങോട്ട് നീങ്ങിപ്പോകുകയായിരുന്നു. അപ്പോൾ കുറച്ചാണ് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വന്നു. ഈ സൈഡിൽ വന്നപ്പോൾ എന്ന് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, അമ്മാതിരി കാറ്റും നല്ല മഴയുണ്ട്. അപ്പോൾ വണ്ടിയിലിരുന്നിട്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തു. ആ വേവ്സിൻ്റെ സ്ട്രെങ്ത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം കാറ്റിൻ്റെ പവർ എത്രമാത്രം ഉണ്ട്. അപ്പോൾ അങ്ങനെ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാറായി. ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ഉണ്ടാവുമെന്ന്. ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് വല്ല ചേഞ്ചസ് വേണമെങ്കിൽ ഞാനത് ചെയ്യാം. അപ്പോൾ എല്ലാവരോടും നന്ദി, നമസ്കാരം. നമുക്ക് ഇനിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.